يا صل وسلم دائما ابدا على حبيبك خير الخلق كلهم. പരിശുദ്ധ കലാമിൽ അല്ലാഹു പറഞ്ഞ ഒരു ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനുകളെ, ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഭയഭക്തിയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് നിങ്ങൾ മുസ്ലിമായിട്ട് തന്നെ മരിക്കണം എന്ന് താക്കീത് ചെയ്തൊരു വാക്കാണ്. പാവപ്പെട്ട ഞങ്ങൾ എല്ലാവരും അള്ളാഹു മുസ്ലിമാക്കി ലോകത്തിലേക്ക് ജനിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ വലിയൊരു ഭാഗ്യക്കാരാണ്. മാത്രമല്ല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തന്നു. അതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്തുണ്ട്? 1,24,000 അംബിയാ മുർസലിങ്ങൾക്ക് നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാണ് നമ്മൾ. അതുമല്ല, അവിടുന്ന് കാണിച്ചു തന്ന മാതൃക ബിംബത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ അവിടുത്തെ ഉമ്മത്തികൾ ഉണ്ടെങ്കിൽ നമ്മളാണ്. ഇന്ന് ഖബർ സിയാറത്ത് ശിർക്കാണ്, കൂട്ടപ്രാർത്ഥന ശിർക്കാണ്, എല്ലാം ശിർക്കാക്കുന്നവർ പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി ഞങ്ങളാണ്. ഒരിക്കലും അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തി ആവുകയില്ല. അവിടുന്ന് കാണിച്ചു തന്ന മാതൃക എന്താണോ ഉണ്ട് അതെല്ലാം ജീവിതത്തിൽ ഞങ്ങൾ പകർത്താം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് എന്തെല്ലാം ഇസ്ലാം ദീന് പഠിപ്പിച്ചു അതെല്ലാം ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ മൗലൂദ് പാരായണം ചെയ്യുന്നു, ഖബർ സിയാറത്ത് ചെയ്യുന്നു, കൂട്ടുപ്രാർത്ഥന ചെയ്യുന്നു. അവർക്ക് കാണിക്കുന്ന യഥാർത്ഥമായ വലിയ മഹത്തായ സുന്നത്താണ്. നോക്കുക, ഈ പുണ്യമായ സ്ഥലത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞേച്ച ഖജാ തങ്ങൾ വന്ന് തീർന്ന, ഉസ്മാനുൽ ഹാറൂൻ തങ്ങൾ വന്ന് തീർന്ന പുണ്യമായ ഒരു മണ്ണാണ് ഈ മണ്ണ്. ഈ സ്ഥലത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. നമ്മൾ മുസ്ലിമായി ജീവിച്ചിട്ട് മുസ്ലിമായി തന്നെ മരിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ ബദ്രിയ ടൂർ ഇത് ഈ പാവപ്പെട്ട ഞാൻ നിങ്ങൾ ഈ ഖിദ്മത്ത് ചെയ്യുന്നത് ഒരു സ്വന്തം അഭിപ്രായത്തിൽ തുടങ്ങിയതല്ല. ഞാൻ ഈ ജിസ്തിയാ തരീഖത്ത് ബയ്യത്ത് ഒരു ശൈഖിനെ കൊണ്ട് തുടർന്നു. ആ തുടങ്ങിയതിന്റെ ശേഷം എന്റെ മുഴുവനും വ്യവഹാരം സ്റ്റോപ്പായിട്ട് ഏത് വർഷക്കാലം ഞാൻ സിയാറത്തിലെ സംഖ്യമായിട്ട് ചോദിച്ചു. ഏത് വർഷം എന്റെ എല്ലാം വ്യവഹാരം നിർത്തിവെച്ചിട്ട് സിയാറത്തിൽ ഉണ്ടായി. ഏത് വർഷം? 2007-14 വരെ. അങ്ങനെ റമദാൻ മാസം കഴിഞ്ഞ പാട് ഞാൻ മടവൂരിലേക്ക് പോകും. ഉറൂസിന്റെ 3ാമത്തെ രാത്രി ഷെയ്ഖുനായുടെ വീട്ടിലാണ് വലിയ പരിപാടി. ഷവ്വാല് 4 10 മണിക്ക് മക്കാബലി കോടി കയറും. അങ്ങനെ ഉറൂസെല്ലാം കഴിഞ്ഞിട്ട് 2ാമത് എന്റെ വേഗത്തിൽ കടന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. പൊന്നാനി പോവും, കക്കുടിപ്പുറം പോവും. അങ്ങനെ ഒരു ദിവസം കിടക്കും. അങ്ങനെ കിടന്ന് എല്ലാ സ്ഥലം പോയിട്ട് മുത്തുപ്പേട്ടയ്ക്ക് പോകും. മുത്തുപ്പേട്ടയ്ക്ക് എല്ലാം പോകാൻ തുടങ്ങി ഏകദേശം 40 വർഷം കഴിഞ്ഞു. എല്ലാ ആണ്ട് നേർച്ചയ്ക്ക് മുത്തുപ്പേട്ടയ്ക്ക് പോകും. അങ്ങനെ 7ാമത്തെ വർഷമാണ് മുത്തുപ്പേട്ട് ഷെയ്ഖ് ദാഹൂദ് ഹക്കീം കാമിലുള്ളാഹി തങ്ങളെ എനിക്ക് ഇത് കാണിച്ചു തന്നത്. ഇങ്ങനെ എന്ത് സിയാറത്ത് തുടങ്ങാൻ, സിയാറത്തിന് ആളുമാരെ കൂട്ടിപ്പോയി സിയാറത്ത് ചെയ്യിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, ഇന്നൊക്കെ 11ാമത്തെ വർഷമാണ്. 2014 ഞാൻ തുടങ്ങിയത്. തുടങ്ങിയ ഉടനെ തന്നെ എനിക്ക് 2 വയസ്സാളായി മുത്തുപ്പേട്ടയ്ക്ക്. അജ്മീർക്ക് മുന്നേ തന്നെ വന്നോണ്ട് ടൂർ തുടങ്ങിയിട്ട് 2014 ഞാൻ ടൂർ തുടങ്ങി. അങ്ങനെ മുത്തുപ്പേട്ടയ്ക്ക് എന്റെ കൂടെ വരുന്നവർക്ക് മുത്തുപ്പേട്ടയ്ക്ക് എത്തുവർക്ക് തന്നെ പ്രശ്നത്തിന് പരിഹാരം ഒരുപാട് അനുഭവമാണ്. മുത്തുപ്പേട്ട പാപ്പന്റെ പൊരുത്തത്തോട് കൂടിയ സമ്മതത്തോടു കൂടി മഹാനായിരിക്കുന്ന കുമ്പോല് ഷെയ്ഖുന കുഞ്ഞുപേരങ്ങളെടുത്ത് പറഞ്ഞപ്പോ ഞാൻ പൊരുത്തപ്പെട്ടു, നീ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോ പോയാലും ഷെയ്ഖുന കുമ്പോല് നിങ്ങൾ നീ ജനങ്ങളെ ഖിദ്മത്തൊക്കെ തന്നെ ഇല്ലാന്ന് പറയും. അങ്ങനെ തങ്ങളെ ദുആ. അപ്പൊ ഞങ്ങൾ വലിയൊരു വാട്സപ്പിൽ ഗ്രൂപ്പ് ആക്കിയിട്ട് ഞങ്ങൾ ഈ പോസ്റ്റർ ഒന്നും അയക്കലൊന്നുമില്ല. ഞങ്ങൾ ഈ വന്ന ആൾക്കാരെ പറഞ്ഞയച്ചിട്ടാണ് ഈ വന്ന ആൾക്കാർ പോവുകയാണെങ്കിൽ ടൂറിൽ പോവുക എന്നിട്ട് പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ ബദ്രിയ ടൂറിൽ വന്നത്. ഞങ്ങൾ ഈ ബദ്രിയ ടൂർ എന്ന് പറഞ്ഞെങ്കിൽ ആത്മശുദ്ധിക്കുള്ള ആത്മീയ ബന്ധമുള്ള യാത്രയാണ് ഞങ്ങൾ ഈ ബദ്രിയ ടൂർ. ഒരു സംശയം തന്നെ ഇല്ല. നമ്മൾ ടൂറിൽ മഹാന്മാരെ ഖനീഫാപ്പന്റെ കാവലുണ്ട്, ബദരീങ്ങളെ കാവലുണ്ട്. ഒരു സംശയം തന്നെ ഇല്ല. ഒരുപാട് അനുഭവമാണ്. ഒരു ദിവസം ഞങ്ങൾ ജാമിയ മസ്ജിദിൽ പോയിട്ട് ഡൽഹിയിൽ ഒരു കുഞ്ഞ് തെറ്റപ്പോ ഖനീഫാപ്പ ഒരു പാർട്ടി ബലിക്കലോടുകൂടി ആ കുഞ്ഞ് കിട്ടും. അജ്മീരിൽ വന്നിട്ട് ഒരാൾ തെറ്റപ്പോ പറഞ്ഞപ്പോ ഖനീഫാപ്പ അയാൾ ഉള്ളാത്ത അയച്ചു തന്നു. അപ്പൊ അങ്ങനെയാണ് നിയന്ത്രണം അവരുടെ കയ്യിലാണ്.
ആദ്യം ടൂർ തുടങ്ങിയിട്ട് ഞങ്ങൾ ബസ് എടുത്തിട്ട് രാത്രി പൊന്നാനിക്ക് 2 മണിക്ക് എത്തിയപ്പോ ഞാൻ എപ്പോഴും പോകുന്ന വഴി തെറ്റിട്ട് ഒരു കുളത്തിന്റെ മറ്റേ ഭാഗത്തിൽ കൊണ്ടുപോയി കസ്തൂരിന്റെ മണഞ്ഞില്ല ഒരു കടിച്ചു വീശി 2 മണി രാത്രി. എന്നിട്ട് കുറച്ചു മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത് കസ്തൂരിന്റെ മണം. സൈനുദ്ദീൻ മഹ്മൂദ് തങ്ങളാണ് നിങ്ങൾക്ക് വഴി തെറ്റിട്ടുണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. എന്ന് രണ്ടാമത് തിരിച്ചില്ലെങ്കിൽ നേരെ പോയപ്പോ മക്കാമിലേക്ക് എത്തി. ആദ്യത്തെ ടൂർ. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ നമ്മളെ കൂടെ വന്നവർ, നമ്മളെ കൂടെ യാത്ര വന്നവർ ഇതുവരെയും ഒരു പൈസ പോലും ഗതിയില്ലാത്ത ഉംറയിലേക്കും ഹജ്ജിനും വന്നു. അൽഹംദുലില്ലാ. അപ്പൊ ഏതായാലും നമ്മുടെ യാത്ര മഹാന്മാരെ പൊരുത്തത്തിലുള്ള യാത്രയാണ്. നമ്മളെ ഉദ്ദേശം നമ്മൾ നന്നാവണം, നമ്മളെ കൂടെ വന്നവരും നന്നാവണം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു നിങ്ങളെ മുസ്ലിമാക്കി തന്നെ മരിക്കണം. അതിന് എന്ത് വേണം? 5 വക്ത് നമസ്കാരം ഞങ്ങൾ കൃത്യം പാലിക്കണം. ഫറളായ നമസ്കാരം 5 വക്ത്. അതിന്റെ പുറമെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സുന്നത്ത് റവാത്തിബ് ഇത്ര റക്അത്ത് നിങ്ങൾ പഠിപ്പിച്ചു. അതിന് ആരാണ് നമസ്കരിക്കുന്നവർ? അതെല്ലാം ജീവിതത്തിൽ പകർത്തണം. 5 വക്ത് നമസ്കാരം 17 റക്അത്താണെങ്കിൽ അതിന് സുന്നത്ത് 22 റക്അത്ത് സുന്നത്ത് റവാത്തിബ് ഹബീബ് നമ്മെ പഠിപ്പിച്ചു. അതിൽ 10 റക്അത്ത് മുഅക്കദാണ്. 10 റക്അത്ത് നിസ്കരിച്ചിട്ട് തന്നെ വേണം. അതിന്റെ ഫർളിന്റെ തുല്യമാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതം ഒന്ന് ചേഞ്ചസ് ആവണം. ഈ യാത്ര കഴിഞ്ഞിട്ട് പോയിട്ട് ജീവിതം ഒന്ന് ചേഞ്ചസ് ആവണം. മുന്നത്തെല്ലാം ഒന്ന് തെറ്റിക്കുറ്റത്തിൽ നിന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാവണം. ഹറാമിൽ നിന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യാത്ര കഴിഞ്ഞിട്ട് പോയതിനു ശേഷം അത് ഒഴിവാവണം. നമസ്കരിക്കാത്തത് ഇനി മുതലാണെങ്കിലും 5 നമസ്കാരം അവ്വലൊക്കിൽ തന്നെ കൃത്യം നമസ്കരിക്കണം. അതിന്റെ പുറമെയുള്ള മുഹ്കദായ റവാത്തിബാണെങ്കിൽ 10 റക്അത്ത്. സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത്, ദുഹൂറിന്റെ മുമ്പ് 2 പിന്നെ 2. അതേപോലെ തന്നെ അസറിന് മുഹക്കദില്ല, മഗ്രിബിന്റെ പിന്നെ 2, ഇശാന്റെ പിന്നെ, അങ്ങനെയാണ് 10 റക്അത്ത് മുഹക്കദ്. അത് നമസ്കരിക്കണം. അതുമല്ല, നമ്മളെ നാക്കിൽ നിന്ന് ദിക്റും സലാത്തുമായി ചൊല്ലി ഞങ്ങളെ നാക്കിന് പച്ചയാവണം. എപ്പോഴും നമ്മൾ ആര് തെറ്റുകുറ്റത്തിൽ നിന്ന് ഒഴിവാവണം. നമ്മൾ നോക്കുക, ഇന്ന് പള്ളി നമസ്കരിക്കുന്നു, ഓത്തിൽ കടയിൽ വരുന്ന ആരാരെ ഗീബത്തും ആരാരെ നമീമത്തും ഇങ്ങനെ പരദൂഷണം പറയും, ആരാരെ വിഷയമാന്യം, അതെല്ലാം നിർത്തണം. നമ്മൾ നന്നാവണമെങ്കിൽ നമ്മളെ നാക്കിനെ സൂക്ഷിക്കണം. ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയത്തിനും ഹറാമിൽ നിന്ന് തെറ്റുകുറ്റത്തിൽ നിന്ന് സൂക്ഷിക്കണം. ഈ യാത്ര കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് ദിക്ർ ചെല്ലാനും സ്വലാത്ത് ചെല്ലാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കരിക്കാത്തവർ 5 നമസ്കാരം കൃത്യം നമസ്കരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ഈ ഹദ്റത്തിലേക്ക് ഹാജാത്തുൽ ഉബ വന്നപ്പോൾ 90 ലക്ഷം ജനങ്ങളാണ് ഹിദായത്തിൽ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉസ്താദ് പറയുന്നത് കേട്ടു. അപ്പൊ നോക്കുക, ഈ സ്ഥലത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വന്നവർക്ക് ഒരു ദിക്ർ പറയാലും ദിക്ർ പറഞ്ഞു കൊടുക്കാലും ഹാജാത്തുൽ ഉബാപ്പന്റെ മശായിഖ് എന്ന് അറിയപ്പെടുന്ന ഖാജ ഉസ്മാനുൽ ഹാറൂൻ തങ്ങൾ ഇരുന്ന സ്ഥലമാണ്. ഹാജാത്തുൽ ഉബാപ്പന്റെ ഷെയ്ഖാണ്, ചിശ്തിയ തരീഖത്തിന്റെ ഷെയ്ഖാണ്. അയാളുടെ ഖബർ മഖ്ബറ ജന്നത്തുൽ മുഅല്ലയിലാണ്. അപ്പൊ ഈ സ്ഥലത്തിൽ ഞാൻ പറയുന്നു, എല്ലാവരും എപ്പോഴും നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് 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 അൽഅദീം. ഈ ഇസ്തിഗ്ഫാർ, പിന്നെ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ സ്വലാത്ത്. ഈ 3 നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചെല്ലണം. ഇസ്തിഗ്ഫാറിന്റെ ഒരു മഹത്വം ഞാൻ പറയാം. ഇസ്തിഗ്ഫാർ പറയുന്നതിന്റെ ഒരു മഹത്വം. അഫ്ഗാനിസ്ഥാനിൽ ഒരു മഹാനുണ്ടായിരുന്നു, ആഷിഖ് റസൂൽ എന്ന് പറയുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് തവണ മനാമിൽ കണ്ടു. അഫ്ഗാനിസ്ഥാനിൽ മാലിക് എന്ന് പറയുന്ന വലിയൊരു മഹാൻ ആഷിഖ് റസൂൽ. പക്ഷേ മഹാൻ അവർ മദീനയിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. ഞാൻ മദീനയിലേക്ക് കടക്കണമെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നെ വിളിക്കണം, അവിടുന്ന് സമ്പത്ത് കിട്ടണമെന്ന് കാത്തുക്കുന്നു. അങ്ങനെ മഹാനായിട്ട് മരിക്കുന്നവർ അഫ്ഗാനിസ്ഥാനിന്റെ രാജ്യത്തിന്റെ ഒരു രാജാവായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സമ്മതം കൊടുത്തു, ഓ മാലിക്കുന്നവരെ, നിങ്ങൾ മദീനയിലേക്ക് കടന്നു വരൂ എന്ന് മഹാനവർകള് ഈ രാജാവ് പട്ടെല്ലാം ഒഴിവാക്കി വേറാക്കി ഏൽപ്പിച്ചു. രാജാവ് ധരിക്കുന്ന തലക്കെട്ടും ഈ ജുബ്ബമെല്ലാം ഒരു സഞ്ചിലാക്കിയിട്ട് ഒരു മുസാഫിറിന്റെ കോലത്തിൽ, ഫക്കീറിന്റെ കോലത്തിൽ നടക്കാൻ തുടങ്ങി മദീനയിൽ. അങ്ങനെ നടന്ന് രാത്രിയാകുമ്പോൾ കിട്ടുന്ന പള്ളിയിലേക്ക് കയറും, സുബഹി നിസ്കാരം വീണ്ടും നടക്കും. അങ്ങനെ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിലേക്ക് എത്തിയപ്പോ ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ പള്ളിന്റെ മദ്യന് പറഞ്ഞു, മുസാഫിരിങ്ങൾക്ക് കിടക്കാൻ സൗകര്യമില്ല, നിങ്ങൾ പോയി പാടാം. മഹാനവറുകൾ പള്ളി ഇറങ്ങിയിട്ട് നടന്നിട്ട് വന്നിട്ട് ഒരു പട്ടണത്തില് റൊട്ടി കച്ചവടക്കാരൻ്റെ ഒരു കടയിൽക്കാരൻ റൊട്ടി കഴിക്കാൻ വേണ്ടി
അങ്ങനെ റൊട്ടി കച്ചവടക്കാരനെ അയാൾ സംസാരിച്ചു. അപ്പൊ ഞാനൊരു മുസാഫിറാണ്, പള്ളിയിൽ കിടക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ബേജാറാവേണ്ട, ഇന്ന് എന്റെ വീട്ടിലേക്ക് വരൂ, നിങ്ങൾ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ സൗകര്യപ്പെടുത്തി തരാമെന്ന് സ്ഥലം ചെയ്തു. അങ്ങനെ റൊട്ടി കച്ചവടക്കാരന്റെ ഷോപ്പ് ബന്ധാക്കിയതിന് ശേഷം ഈ റൊട്ടി കച്ചവടക്കാരൻ ഇയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി. ഈ റൊട്ടി കച്ചവടക്കാരന്റെ നാക്കിൽ നിന്ന് എപ്പോഴും ഇസ്തിഗ്ഫാറിനെ കച്ചവടം ചെയ്യുമ്പോൾ ഇയാൾ പറയുന്ന ഇസ്തിഗ്ഫാർ. അങ്ങനെ രാത്രി തഹജ്ജുദിന് എണീച്ചു. സുബഹിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് മഹാനവറുകൾ പുറപ്പെടുമ്പോ ചോദിച്ചു, അല്ല ഹബീബേ, നിങ്ങൾ ഇത്രയും വലിയ തെറ്റെന്താണ് ചെയ്തത്? നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് വിട്ടുപൊക്കലിനെ തേടുന്നു, ഇസ്തിഗ്ഫാർ ചെല്ലുന്നു, എന്താണ് കാരണം? ഇത്ര വലിയ കുറ്റം എന്താണ് ചെയ്തത് ജീവിതത്തിൽ എന്ന് ചോദിക്കുമ്പോ ആ റൊട്ടി കച്ചവടക്കാരൻ പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, ഈ ഇസ്തിഗ്ഫാർ പറയുന്നതിന്റെ കാരണം കൊണ്ടിട്ട് അള്ളാഹു എനിക്ക് മക്കൾ തന്നു, കുട്ടികളില്ലായിരുന്നു. ആദ്യം അള്ളാഹു എനിക്ക് മക്കളെ തന്നു. വീടില്ലായിരുന്നു, അള്ളാഹു വീട് തന്നു. എന്റെ പെൺകുട്ടികളെല്ലാം കെട്ടിച്ചു കൊടുത്തു. ഇസ്തിഗ്ഫാറിന്റെ കാരണം കൊണ്ട് എന്റെ എല്ലാം ഉദ്ദേശം അള്ളാഹു എനിക്ക് പൂർത്തിയാക്കി തന്നു. എന്റെ ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ അവസാനം ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു, അതെന്താണ് ഹബീബെ ഒരു ഉദ്ദേശം ബാക്കിയുള്ള ചോദിക്കുമ്പോ ഈ റൊട്ടി കച്ചവടക്കാരൻ പറഞ്ഞു, ഇന്ന രാജ്യത്ത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ട് ജീവിച്ച, മനാവ് കണ്ട് ജീവിച്ച ആഷിഖ് റസൂൽ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. അയാളുടെ ഒരു മുഖം എനിക്ക് കാണണം, അയാളെ മടിയിൽ തല വെച്ച് എനിക്ക് മരിച്ചു കിട്ടണോ എന്റെ ഉദ്ദേശം. ആര് പറഞ്ഞ്? ഈ ഹോട്ടൽക്കാരൻ, റൊട്ടി കച്ചവടക്കാരൻ. വീട്ടിലേക്ക് വന്ന ആളാരാണ്? അയാൾ തന്നെയാണ്. ആ സമയത്ത് തന്നെ മഹാനവറുകൾ സഞ്ചിയിലുള്ള ജുബ്ബ ധരിച്ചു, തലക്കെട്ടെല്ലാം കെട്ടി പറഞ്ഞു, നീ പറഞ്ഞ ആ അഫ്ഗാനിസ്ഥാനിലുള്ള മാലിക് എന്ന് പറയുന്ന ആഷിഖ് റസൂൽ എന്ന് പറയുന്ന ആൾ ഞാനാണെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് തന്നെ ഈ റൊട്ടി കച്ചവടക്കാരൻ അയാളുടെ മടിയിൽ തലവെച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമ തൗഹീദ് മരിച്ചു എന്നാണ് ചരിത്രം. നിങ്ങൾ നോക്കുക, ഇസ്തിഗ്ഫാറിന്റെ ഒറ്റ ഇസ്തിഗ്ഫാറിന്റെ പവറാണ്. നമ്മൾ ഇസ്തിഗ്ഫാർ ദായിമയായിട്ട് ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. കടത്തിൽ കുടുങ്ങിയവർക്ക് ഉദ്ദേശം എന്താണോ വെച്ചിട്ടുള്ളത്, ഇസ്തിഗ്ഫാർ നിങ്ങൾ ദായിമയാക്കി ചൊല്ലിക്കൊള്ളു. ഈ സ്ഥലത്ത് ഞാൻ ഒരു ഇജാസത്താണ് കൊടുക്കല്, അത് തഹജ്ജുദിന്റെ സമയത്താണ് ഏറ്റവും അഫ്ദല് ഞാൻ ചെല്ലുന്നത്. അല്ലെങ്കിൽ സുബഹിസ്കാരം കഴിഞ്ഞിട്ടോ മഗ്‌രിബ് കഴിഞ്ഞിട്ടോ നിങ്ങൾ സമയം കണ്ടെത്തുക. 3 ഫാത്തിഹ, അതിന്റെ ശേഷം നൂർ അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞോളി, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ള ഇസ്തിഗ്ഫാർ അല്ലാഹുവിനോട്, വന്നമായ റബ്ബിനോട് ഞാൻ ചെയ്തുപോയ പാവങ്ങളെ വിട്ടുകൊടുക്കല്ല ചോദിക്കും. അതിന്റെ പുറമെ തഹ്ലീൽ ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ തൗഹീദ്. അതിന്റെ പുറമെ ഇൻഷാ അല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള സ്വലാത്ത് എന്ന്. അതിന്റെ പുറമെ ഇൻഷാ അല്ലാഹ് ഒരു തസ്ബീഹ്, ഒരു ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ഇത്ര നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ 40 ദിവസം തുടർച്ചയായി ഒരു ദിവസം മുടക്കമില്ലാതെ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടും. മാത്രമല്ല ദിക്റും സ്വലാത്ത് ചെല്ലാന് പിന്നെ വേറെ മശായിഖിനെ ശൈഖന്മാരെ കണ്ടെത്തും. ഒരു സംശയം തന്നെയില്ല. ഒരുപാട് അനുഭവമാണ്. ഇത് മഹാന്മാർ ഇജാസത്തുള്ളതാണ്. നിങ്ങൾ പറഞ്ഞോളൂ, അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുന്നു. ഈ യാത്രയിൽ വന്ന ഓരോരുത്തർക്കും എന്റെ സിയാറത്ത് തുടങ്ങുന്ന മുതൽ ആരെല്ലാം എന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും ചെയ്യട്ടെ.